എൻഡിഎയുടെ പാർലമെന്ററി പാർട്ടി യോഗം നാളെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരും. വർഷകാല സമ്മേളനം തുടങ്ങി പാർലമെന്റിന്റെ ഇരുസഭകളും പ്രതിപക്ഷം അകാരണമായി സ്തംഭിപ്പിക്കുന്ന സാഹചര്യവും സഭയ്ക്ക് അകത്തും പുറത്തും പ്രതിപക്ഷത്തിനെതിരെ സ്വീകരിക്കേണ്ട നയങ്ങളും യോഗത്തിൽ ചർച്ചയാകും. എസ് നന്ദഗോപൻ ചേരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി നന്ദൻ, വിശദാംശങ്ങൾ. നാളെ 9 മണിക്കാണ് എൻഡിഎയുടെ പാർലമെന്ററി പാർട്ടി യോഗം ചേരുക. ലോക്സഭയിലെയും രാജ്യസഭയിലെയും എൻഡിഎയുടെ ഭാഗമായി നിൽക്കുന്ന എംപിമാർ ഈ യോഗത്തിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുക. പ്രധാനമായും ഈ യോഗത്തിന്റെ അജണ്ട എന്നുള്ളത് ഈ ലോക്സഭ വർഷകാല സമ്മേളനം, പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിച്ചതിൽ പിന്നെ ഒരു സ്വാഭാവിക മട്ടിലേക്ക് സഭയുടെ അല്ലെങ്കിൽ സഭാതലം മാറുന്നില്ല എന്നുള്ളതാണ്. നിരന്തരം അകാരണമായ വിഷയങ്ങളിൽ സഭയിൽ പ്രതിഷേധം ഉയർത്തി അല്ലെങ്കിൽ പ്രതിഷേധ ഭാവ സഭ സ്തംഭിപ്പിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് അടങ്ങുന്ന പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. വലിയ സുപ്രധാനപ്പെട്ട പല ബില്ലുകളും സഭയിൽ അവതരിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട സ്പോർട്സ് ഗവേൺസ് ബില്ലടക്കം ഇപ്പോൾ അവതരിപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. നേരത്തെ കിരൺ റിജുവും അതേപോലെ തന്നെ മൻസുഖ് മാണ്ഡവ്യ അദ്ദേഹം സ്പോർട്സ് മിനിസ്റ്ററാണ്. ഇതുമായി ബന്ധപ്പെട്ട് സഹകരണം പ്രതിപക്ഷത്തോട് ആവശ്യപ്പെട്ടു. ബില്ല് അവതരിപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. എന്നാൽ പ്രതിപക്ഷം ഒരു തരത്തിലും വഴങ്ങിയില്ല. ഇന്നും സഭ സ്തംഭിപ്പിക്കുന്ന അവസ്ഥയിലേക്കായിരുന്നു കാര്യങ്ങളെത്തിയത്. എന്നാൽ ഇങ്ങനെ മുന്നോട്ട് പോയാൽ വളരെ സുപ്രധാനമായ ബില്ലുകളൊക്കെ തന്നെ അത് പെൻഡിങ് ആകും, അല്ലെങ്കിൽ അത് സഭയിൽ അവതരിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സർക്കാർ കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തും പ്രതിപക്ഷത്തോട് സ്വീകരിക്കേണ്ട നയങ്ങൾ കൃത്യമായി തന്നെ നാളത്തെ യോഗത്തിൽ ചർച്ചയാകും. മാത്രമല്ല, ആനുകാലികമായിട്ടുള്ള രാഷ്ട്രീയ കാര്യങ്ങളും അല്ലെങ്കിൽ സഭയ്ക്കകത്ത് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളും സഭയ്ക്ക് പുറത്ത് നിലപാടെടുക്കേണ്ട വിഷയങ്ങളും നാളെ നടക്കുന്ന എൻഡിഎയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ചർച്ചയാകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ശരി നന്ദൻ.